Hello dears, here comes the last topic of Module 5 of Engineering Mechanics, that is Spring Mass System. Here we are discussing about the vibration of a spring mass system. What do you mean by a spring mass system? It's a system which consisting of a spring and a mass. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സ്പ്രിങ്ങും അതിനൊരു വെയിറ്റും ഹാങ് ചെയ്തിട്ടുള്ള പ്രോസസ്സാണ് നമ്മളിവിടെ പഠിക്കുന്നത്. We already discussed the movement of a spring mass system is similar to simple harmonic motion. Okay. അപ്പോൾ സ്പ്രിങ് മാസ് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു ഒരു സ്പ്രിങ് ഉണ്ടാവും, സ്പ്രിങ്ങിൻ്റെ എൻഡിൽ ഒരു മാസ് ഉണ്ടാവും. ഇങ്ങനെ തന്നെ നിൽക്കണമെന്നില്ല, ഹൊറിസോണ്ടലായിട്ട് വേണമെങ്കിൽ നമ്മൾ സ്പ്രിങ് നിൽക്കുക, ഹൊറിസോണ്ടലായിട്ട് തന്നെ വേണമെങ്കിൽ ഒരു മാസും. ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ സ്പ്രിങ്ങും മാസും കണക്ട് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ സ്പ്രിങ് മാസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന സ്പ്രിങ് മാസ് സിസ്റ്റത്തിൻ്റെ വൈബ്രേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ വൈബ്രേഷനൊക്കെ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് സ്പ്രിങ്ങിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും പഠിക്കാനുണ്ട്. ഒരു സ്പ്രിങ്ങിനുണ്ടാവുന്ന മെയിൻ പ്രോപ്പർട്ടിയാണ് സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിങ്. നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടാവും, എന്നാലും ഒന്നുകൂടി ശ്രദ്ധിക്കുക. വെൻ എ സ്പ്രിങ് ഈസ് കംപ്രസ്ഡ്, the spring opposes the applied force which compresses the spring. This opposing force is proportional to the displacement of the spring. എന്ന് വെച്ചാൽ നമ്മൾ പല ടൈപ്പിലുള്ള സ്പ്രിങ് കണ്ടിട്ടുണ്ടല്ലേ. 2 എക്സാമ്പിൾ ഓഫ് സ്പ്രിങ് ഞാൻ പറയാം. ഒന്ന് നമ്മൾ പെന്നിൻ്റെ ഉള്ളിലുണ്ടാകുന്ന സ്പ്രിങ്, പിന്നെ ഒന്ന് നമ്മൾ മോട്ടോർ ബൈക്കിൻ്റെ ഉള്ളിലുണ്ടാകുന്ന സ്പ്രിങ്. രണ്ടും ഒരേ ടൈപ്പ് സ്പ്രിങ് ആണോ? അല്ല. ഏതിനാണ് സ്റ്റിഫ്നെസ് കൂടുതൽ? അതായത് ഒപ്പോസിങ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് കൂടുതൽ അതിനുള്ളത് മോട്ടോർ ബൈക്കിലെ. കാരണം നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്താലും അത് കംപ്രസ്ഡ് ആവില്ല, കാരണം അവിടെ ഉണ്ടാകുന്ന ഒപ്പോസിങ് ഫോഴ്സ് കൂടുതലാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു കഴിവിനെ, സ്പ്രിങ്ങിൻ്റെ ഒപ്പോസ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. മോട്ടോർ ബൈക്കിൻ്റെ സ്റ്റിഫ്നെസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ടേമാണ് സ്റ്റിഫ്നെസ്. ഓരോ ടൈപ്പ് സ്പ്രിങ്ങിനും അതിൻ്റെ സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു സ്പ്രിങ്ങിനെ സ്പെസിഫൈ ചെയ്യുന്നത് അതിൻ്റെ സ്റ്റിഫ്നെസ്സിനെ, അതായത് അതിൻ്റെ കെ വാല്യൂ നോക്കിയിട്ടാണ് ഓരോ സ്പ്രിങ്ങിനെ നമ്മൾ ഇത് ഡിഫറെൻറ്റ് സ്പ്രിങ് ആണ്, അത് വേറെ ടൈപ്പ് സ്പ്രിങ് ആണ്, അതിൻ്റെ സ്റ്റിഫ്നെസ് ഇത്രയാണ്, ഇതിൻ്റെ സ്റ്റിഫ്നെസ് ഇത്രയാണ്. അതായത് അതിനെ സ്പെസിഫൈ ചെയ്യുന്ന ഒരു ടേമാണ് സ്റ്റിഫ്നെസ്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. നമ്മളൊരു സ്പ്രിങ്, ഈ സ്പ്രിങ്ങിൻ്റെ താഴെ ഒരു മാസ് എം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെയിറ്റ് ഹാങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈ സ്പ്രിങ്ങിൽ നമ്മൾ വെയിറ്റ് മാസ് ഹാങ് ചെയ്യുമ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ നമ്മൾ ഈ മാസിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാമാണ് വരക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മാസ് വരക്കും. ആ മാസിൻ്റെ ഒരു വെയിറ്റ് താഴേക്കുണ്ടാവും. അപ്വേർഡ് ഡയറക്ഷനിലേക്ക് നമ്മളൊരു ഫോഴ്സ് വരക്കും. സാധാരണ ഒരു കയറിലോ സ്ട്രിങ്ങിലോ ഒക്കെയാണ് നമ്മളിത് ഹാങ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ടെൻഷൻ ടി എന്നാണ് കൊടുക്കുക. പക്ഷെ ഇത് വെറുതെ ഒരു കയറല്ല കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു സ്ട്രിങ് അല്ല കൊടുത്തത്, ഇവിടെ ഒരു സ്പ്രിങ് ആണ് കൊടുത്തത്. അപ്പോൾ സ്പ്രിങ്ങിനുണ്ടാവുന്നത് ടെൻഷൻ ആവില്ല, സ്പ്രിങ് ഫോഴ്സ് ആയിരിക്കും. അതിനെ നമ്മൾ എഫ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഫ് എസ്, സ്പ്രിങ്ങിലുണ്ടാവുന്ന ഫോഴ്സിനെ എഫ് എസ് എന്ന് വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഈ സ്പ്രിങ്ങിലുണ്ടാവുന്ന ഈ ഫോഴ്സ്, സ്പ്രിങ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ സ്പ്രിങ്. ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ എക്സ് എന്നുള്ള ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ. എഫ് എസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്പ്രിങ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ സ്പ്രിങ്. ഈ പ്രൊപ്പോർഷണാലിറ്റി സിമ്പല് റിമൂവ് ചെയ്യുമ്പോഴാണ് ഒരു കോൺസ്റ്റൻറ്റ് വരുന്നത്, ദാറ്റ് ഈസ് കെ. കെൻ്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് പറഞ്ഞത്, കെൻ്റെ പേരാണ് നമ്മൾ എന്ത് പറഞ്ഞത്, സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിങ്. അപ്പോൾ സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിങ്ങിൻ്റെ ഇക്വേഷൻ എന്ത് വരും? കെ ഈസ് ഈക്വൽ ടു എഫ് എസ് ഡിവൈഡഡ് ബൈ എക്സ്. യൂണിറ്റ് ഓഫ് കെ എന്തായിരിക്കും? അതായത് സ്റ്റിഫ്നെസ്സിൻ്റെ യൂണിറ്റ് എന്താ വരിക? സ്റ്റിഫ്നെസ്സിൻ്റെ ഇക്വേഷനാണ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ യൂണിറ്റ് ഓഫ് കെ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മീറ്റർ. അപ്പോൾ യൂണിറ്റ് ഓഫ് കെ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്പ്രിങ് ഫോഴ്സിനെ, അതായത് എഫ് എസ് എന്ന് പറയുന്ന ഈ സ്പ്രിങ് ഫോഴ്സിനെ നമുക്ക് സ്പ്രിങ് ഫോഴ്സ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ടെൻഷൻ ഇൻ ദ സ്പ്രിങ്. വെറും ടെൻഷനല്ല, സ്പ്രിങ്ങിലുണ്ടാവുന്ന ടെൻഷനോ അല്ലെങ്കിൽ സ്പ്രിങ്ങിലുണ്ടാവുന്ന ഫോഴ്സിനോ റെപ്രസെൻ്റ് ചെയ്യും.
ഓക്കെ, പ്രോബ്ലത്തിലാണ് ഇങ്ങനെ കുറച്ച് ട്വിസ്റ്റ് ചെയ്തിട്ട് നിങ്ങളോട് ചോദിക്കാനുള്ള ചാൻസ് ഉള്ളത്, ശ്രദ്ധിക്കുക. അടുത്ത ടേമാണ് വൈബ്രേഷൻ. സ്പ്രിങ് എന്താന്ന് പറഞ്ഞു, മാസ് നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് മാസ്. ഇപ്പോൾ ഒരു സ്പ്രിങ്ങിൻ്റെ മുകളിൽ ഒരു മാസ് തൂക്കിയിട്ടാൽ നമുക്കറിയാം, ഒരു ഇക്വിലിബ്രിയത്തിലുള്ളൊരു സ്പ്രിങ്ങിൻ്റെ താഴെ ഒരു മാസ് തൂക്കിയിട്ടാൽ ആ സ്പ്രിങ് ഒന്ന് എക്സ്റ്റെൻഡ് ആവും. ഈ എക്സ്റ്റെൻഡ് ആവുന്നതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് സ്പ്രിങ് ഫോഴ്സിന് പ്രൊപ്പോർഷണലാണ്. അതിൻ്റെ കഴിവിനെയാണ് നമ്മൾ സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിങ് അല്ലെങ്കിൽ സ്പ്രിങ് കോൺസ്റ്റൻ്റ് എന്നൊക്കെ വിളിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു മാസിനെ വെറുതെ ഇടുന്നതിന് പകരം ആ മാസ് നമ്മളൊന്ന് വലിച്ചു വിട്ടു. ഇപ്പോൾ നമുക്ക് വെറുതെ നിന്നൊരു സ്പ്രിങ് ആയിരുന്നത്, ഇതിൻ്റെ താഴെ നമ്മളൊരു മാസ് തൂക്കിയിട്ടപ്പോൾ അവിടെ ഉണ്ടാകുന്ന എക്സ്റ്റൻഷന് എക്സിന് പകരം ഇവിടെ ഡെൽറ്റ എന്നാണ് കൊടുത്തത്. ഇങ്ങനെ വെറുതെ കൊടുക്കുന്ന പകരം ഇങ്ങനെ തൂക്കിയിട്ട മാസിനെ നമ്മൾ എന്ത് ചെയ്തു, ഒന്നുകൂടി വലിച്ചു വിട്ടു, താഴത്തേക്ക് വലിച്ചിട്ട് വിട്ടു. അപ്പോൾ നമ്മൾ ഈ മാസ് എന്ത് ചെയ്യും, അപ്വാർഡ് ഡയറക്ഷനിലും മുകളിലേക്കും താഴേക്കും എന്ത് ചെയ്യും, മുകളിലേക്കും താഴേക്കും ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി എന്താ, ആംഗുലർ ഒമേഗൻ്റെ വാല്യൂ എന്താ, സ്റ്റിഫ്നെസ് എന്താന്നൊക്കെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫാണ്, കൺസിഡർ എ സ്പ്രിങ് ഓഫ് സ്റ്റിഫ്നെസ് കെ is hang by is consider a spring of stiffness K when a body of mass M is attached to the one end and other end is fixed. കണ്ടീഷനാണ്, കെ ഇതുള്ള ഒരു സ്പ്രിങ്ങിൻ്റെ താഴെ നമ്മൾ മാസ് ഇട്ടു. ഫസ്റ്റ് സ്റ്റെപ്പാണ്, ഫസ്റ്റ് കണ്ടീഷനാണ്, നമ്മൾ വലിച്ചു വിട്ടിട്ടൊന്നുമില്ല, നമ്മൾ മാസിനെ വെറുതെ എന്ത് ചെയ്തു, നമ്മളൊന്ന് ഹാങ് ചെയ്തിട്ടിട്ടുള്ളൂ. ഇക്വിലിബ്രിയത്തിലാണ് നമ്മൾ ബോഡി നിൽക്കുന്നത്, നമ്മൾ മൂവ് ചെയ്യുകയോ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കൊന്നും ചെയ്തിട്ടില്ല. ഈ മാസിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്താ വരിക, മാസിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ താഴേക്ക് വെയിറ്റ് ഉണ്ടാവും. വെയിറ്റ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ഗ്രാവിറ്റി. വെയിറ്റാണ് താഴേക്ക് വരയ്ക്കുക, വെയിറ്റ് എന്ന് പറയുന്നത് mg. അപ്വാർഡ് ഡയറക്ഷൻക്ക് എന്തുണ്ടാവും, സ്പ്രിങ് ഫോഴ്സ് ഉണ്ടാവും. സ്പ്രിങ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം കെ ഇൻറ്റു എക്സ്. ഇവിടെ എക്സിന് പകരം ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ ആയതുകൊണ്ട് കെ ഡെൽറ്റ. ഇക്വിലിബ്രിയം കണ്ടീഷൻ സിഗ്മ എച്ച് ഈക്വൽ ടു 0, ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇല്ല അപ്പോൾ 0. നെക്സ്റ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്താ, സിഗ്മ വി ഈസ് ഈക്വൽ ടു 0. ഇവിടെ വെർട്ടിക്കൽ ഫോഴ്സ് ഏതൊക്കെയുള്ളത്, 2 വെർട്ടിക്കൽ ഫോഴ്സാണ് ഉള്ളത്. ഒന്ന് അപ്വാർഡ് ഡയറക്ഷൻക്ക് കെ ഡെൽറ്റ, അപ്പോൾ പ്ലസ് കെ ഡെൽറ്റ മൈനസ് താഴേക്ക് mg ഇസ് ഈക്വൽ ടു 0 വിച്ച് ഇസ് ഈക്വൽ ടു കെ ഡെൽറ്റ ഇസ് ഈക്വൽ ടു mg. ഫസ്റ്റ് ഇക്വേഷനാണ്. സാധാരണ ഈ ബേസിക് കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് നിരവധി ചെയ്യാൻ ചോദിക്കലുണ്ട്. ഇത് ഈ പ്രൂഫിൻ്റെ കേസിലും ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ള കേസിലും ഈ ഇക്വേഷൻസ് ശ്രദ്ധിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ കഴിഞ്ഞ് ഇനി അടുത്ത കണ്ടീഷൻ എന്താ, വെറുതെ നമ്മൾ മാസ് ഇട്ട് മാത്രമല്ല ചെയ്തത്, ഒരു എക്സ് ഡിസ്റ്റൻസിലേക്ക് ഇത് വലിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, വിട്ടു. അപ്പോൾ ഇതെന്ത് ചെയ്യും, നേരത്തെ കണ്ട ചിത്രം പോലെ ഈ മാസ് ഒന്ന് താഴേക്ക് പോവും, ഒന്ന് മുകളിലേക്ക് പോവും. അങ്ങനെ നമ്മളെ മാസ് എന്ത് ചെയ്യും, താഴേക്കും മുകളിലേക്കും ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്ത് വരും, വെയിറ്റ് മാർക്ക് ചെയ്യുക, ഡൗൺവാർഡ് ഡയറക്ഷൻക്ക് mg തന്നെ. അപ്വാർഡ് ഡയറക്ഷൻക്ക് എന്താ മാർക്ക് ചെയ്യുക, സ്പ്രിങ് ഫോഴ്സാണ്. സ്പ്രിങ് ഫോഴ്സിൻ്റെ കൂടെ എന്തുണ്ടാവും, കെ ഇൻറ്റു സ്റ്റിഫ്നെസ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ പ്ലസ് എക്സ് ആണ്. ഡെൽറ്റ മാസ് തൂക്കിയിടുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, എക്സ് നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ പ്ലസ് എക്സ്. അപ്പോൾ സ്പ്രിങ് ഫോഴ്സ് എന്ത് വന്നു, ഇത് വന്നു. ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇക്വേഷൻ എഴുതാൻ പോകണേ. സിഗ്മ എച്ച് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും എഴുതാനില്ല. നെക്സ്റ്റ് സിഗ്മ വി ഈക്വൽ ടു 0. ഇവിടെ 2 വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്, കെ ഇൻറ്റു ഡെൽറ്റ പ്ലസ് എക്സ് മൈനസ് mg ഈസ് ഈക്വൽ ടു 0. ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും, കെ ഇൻറ്റു ഡെൽറ്റ പ്ലസ് കെ ഇൻറ്റു എക്സ് മൈനസ് mg ഈസ് ഈക്വൽ ടു 0. നമുക്കറിയാം ഫ്രം ഇക്വേഷൻ 1 കെ ഡെൽറ്റനെ നമുക്ക് എന്ത് വിളിക്കാം, ഫ്രം ഇക്വേഷൻ 1 എന്തായിരുന്നു, കെ ഡെൽറ്റ ഈസ് ഈക്വൽ ടു mg ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ കെ ഡെൽറ്റക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സോറി
സോറി ഇവിടെ കെ ഇൻറ്റു ഡെൽറ്റ പ്ലസ് എക്സ് മൈനസ് എം ജി ഈസ് ഈക്വൽ ടു 0 എന്നാണ് വരിക. അതിന് മുന്നേ ഇവിടെ സിഗ്മ വി ഈസ് ഈക്വൽ ടു 0 എന്നാണോ വരിക? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ, സ്റ്റാറ്റിക്സിൻ്റെ കണ്ടീഷനാണ് സിഗ്മ എച്ച് 0 സിഗ്മ വി 0 എന്ന് പറഞ്ഞിട്ടുള്ള 2 ഇക്വേഷൻ. സിഗ്മ എച്ചിൻ്റെ വാല്യൂ 0 സിഗ്മ വിൻ്റെ വാല്യൂ 0 എന്ന് പറയുന്നത് സ്റ്റാറ്റിക്സ് ആണ്. അനങ്ങാണ്ട് നിൽക്കുന്ന ഒരു ബോഡിക്കാണ് നമ്മൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പക്ഷേ നമ്മൾ ഇവിടുത്തെ ബോഡി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, വെർട്ടിക്കൽ ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൻ്റെ ഒക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിരുന്നത്? സിഗ്മ എച്ച് 0 ആയിരിക്കും, പക്ഷേ സിഗ്മ വി ഈസ് ഈക്വൽ ടു, അതായത് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലുള്ള ഫോഴ്സിൻ്റെ സം ഈസ് ഈക്വൽ ടു എന്താ എഴുതിയിരുന്നത്? എം എ. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്തായിരുന്നു? എഫ് ഇസ് ഈക്വൽ ടു എം എ, മൂവ് ചെയ്യുന്നൊരു ബോഡി, ഡൈനാമിക്സിലുള്ള ബോഡി. അതേപോലെ ഇവിടെ സിഗ്മ വി ഈസ് ഈക്വൽ ടു 0 അല്ല വരിക, എം എ. ശ്രദ്ധിക്കണേ. അപ്പോൾ ഇവിടെ കെ ഇൻറ്റു ഡെൽറ്റ പ്ലസ് എക്സ് മൈനസ് എം ജി ഈസ് ഈക്വൽ ടു എം എ എന്നാണ് വരിക. ഇതിനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ കെ ഡെൽറ്റ പ്ലസ് കെ ഇൻറ്റു എക്സ് മൈനസ് എം ജി ഇസ് ഈക്വൽ ടു എം എ. ഫ്രം ഇക്വേഷൻ 1 വി ന്യൂ എന്താ? കെ ഡെൽറ്റ ഇസ് ഈക്വൽ ടു എം ജി ആണ്. സോ ദിസ് ഇസ് ഇക്വേഷൻ 2. Therefore ഇക്വേഷൻ 2 ബിക്കംസ് എന്താവും? ഈ കെ ഡെൽറ്റയ്ക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? എം ജി പ്ലസ് കെ എക്സ് മൈനസ് എം ജി ഇസ് ഈക്വൽ ടു എം എ. ഈ എം ജിയും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് വന്നു? കെ എക്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ. ഇതിനെ തന്നെ നമ്മളൊന്നുകൂടി എഴുതാണ്. അപ്പോൾ നമ്മളൊന്നുകൂടി മാറ്റി എഴുതി. കെ എക്സ് ഇസ് ഈക്വൽ ടു എം എ എന്നല്ലായിരുന്നോ? അതായത് എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതി. എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ. വി ന്യൂ എന്താണ്? സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഇതേപോലത്തെ ഒരു ഇക്വേഷൻ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്. ആസ് പെർ സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മളൊരു ഇക്വേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എക്സ് എന്ന്. സെയിം കൺസെപ്റ്റ് തന്നെ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും? കെ ബൈ എം എന്ന് വരും. ദാറ്റ് ഫോർ ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം. ഒമേഗൻ്റെ വാല്യൂ വി നോ ഒമേഗ ഇസ് ഈക്വൽ ടു 2 π എഫ് ആണ്. Therefore f is equal to 1/2 pi into omega. Therefore f is equal to 1/2 pi into root of k by m. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. ക്ലിയർ അല്ലേ? ഇത്രയും വരെ നമ്മൾ ആ 2 ഫിഗറിന്ന് കണ്ടുപിടിക്കും. പിന്നെ വി ന്യൂ സിമ്പിൾ ഹാർമോണിക് മോഷൻ അനുസരിച്ച് ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ എക്സിന് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ ഡി സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയറിനെ വേണമെങ്കിൽ നമുക്ക് കെ ബൈ എം എന്ന് എഴുതാം. ഓക്കെ. ദെർഫോർ ഇപ്പോൾ ഇതിലെ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇവിടെ ഉണ്ട്, എക്സിന് ഇവിടെ ഒരു എക്സ് ഉണ്ട്. ബാക്കി എന്ത് വന്നു? കെ ബൈ എം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇക്വേഷൻ വന്നു. നമുക്കറിയാം ഒമേഗ ഇസ് ഈക്വൽ ടു 2 π എഫ് ആണ്. ദെർഫോർ എഫ് ഇസ് ഈക്വൽ ടു 1/2 π ഇൻറ്റു ഒമേഗ. ഒമേഗൻ്റെ വാല്യൂ റൂട്ട് ഓഫ് കെ ബൈ എം ആണ്. നമ്മൾ സ്പ്രിങ്ങിൽ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് എഫ് ഇസ് ഈക്വൽ ടു 1/2 π ഇൻറ്റു റൂട്ട് ഓഫ് കെ ബൈ എം. ഈ ഇക്വേഷനാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ പ്രൂഫോ ഇപ്പോൾ നമ്മൾ എഴുതിയ പ്രൂഫുകളോ അതൊന്നും നമുക്ക് അത്രയും അത്യാവശ്യമില്ല. നിങ്ങളെന്ത് ചെയ്യുക? പഠിക്കാൻ സിമ്പിളാണ്, അതുകൊണ്ട് നിങ്ങളിത് പഠിക്കുക. എക്സാമിന് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇനി 2 കണ്ടീഷനാണുള്ളത്.
ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ്. ഇപ്പോൾ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു, എഫ് ഇസ് ഈക്വൽ ടു 1/2π ഇൻറ്റു റൂട്ട് ഓഫ് കെ ഡിവൈഡഡ് ബൈ എം. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, കെ എന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെസ്, എം എന്ന് പറഞ്ഞാൽ മാസ്. ഇതിൽ കെ എപ്പോഴും കെൻ്റെ വാല്യൂ തന്നെ എടുക്കുക. നമുക്കറിയാം ഒരു സ്പ്രിങ് ഉണ്ടെങ്കിൽ ആ സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് എടുക്കുക. പക്ഷെ എന്ത് ചെയ്യും, ഇപ്പോൾ സ്പ്രിങ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് 2 സ്പ്രിങ്ങിൻ്റെ മുകളിലാണ് ഒരു മാസ് തൂക്കിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇതിൽ ആദ്യത്തെ സ്പ്രിങ് K1 ആണ്, രണ്ടാമത്തേത് വേറെ ടൈപ്പ് സ്പ്രിങ് ആണ്. ഒരു റീഫില്ലറിൻ്റെ സ്പ്രിങ്ങും ഒരു ബൈക്കിൻ്റെ സ്പ്രിങ്ങും കൂടി കണക്ട് ചെയ്തിട്ടാണ് ഒരു മാസ് വെയിറ്റ് തൂക്കിയതെന്ന് വിചാരിക്കുക. അപ്പോൾ ഏതിൻ്റെ സ്റ്റിഫ്നെസ് നമ്മൾ എടുക്കുക? അങ്ങനത്തെ കേസിലാണ് ഇക്വലൻ്റ് സ്റ്റിഫ്നെസ് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത്. ഇക്വലൻ്റ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ സ്പ്രിങ് സീരീസിലാണെങ്കിലും സ്പ്രിങ് പാരലൽ അതിനൊരു ഇക്വാലൻ്റ്, വെറും സ്റ്റിഫ്നെസ് എടുക്കാതെ അതിൻ്റെ ഒരു ഇക്വാലൻ്റ് സ്റ്റിഫ്നെസ് എടുക്കുന്നതാണ്. നമ്മൾ പണ്ട് റെസിസ്റ്ററും കപ്പാസിറ്ററും ഒക്കെ പഠിച്ച പോലെ തന്നെയാണ്. സീരീസിലാണ് നമ്മൾ സ്പ്രിങ് കണക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇക്വലൻ്റ് സ്റ്റിഫ്നെസ്, ദാറ്റ് ഈസ് ഇക്വലൻ്റ് സ്റ്റിഫ്നെസ്സിനെ കെ ഇ എന്ന് പറഞ്ഞ ടേം കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 1/KE. വെറും KE അല്ല, സീരീസ് ആവുമ്പോൾ 1/KE ഈസ് ഈക്വൽ ടു 1/K1 പ്ലസ് 1/K2 പ്ലസ് എക്സെട്ര. എത്രത്തോളം സ്പ്രിങ് ഉണ്ടോ അത്രത്തോളം ആഡ് ചെയ്ത് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസാണ് വെൻ ദ സ്പ്രിങ്സ് ആർ ഇൻ പാരലലാണ് കണക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇഫക്റ്റീവ് സ്റ്റിഫ്നെസ് KE ഈസ് ഈക്വൽ ടു K1 പ്ലസ് K2 പ്ലസ് K3 പ്ലസ് എക്സെട്ര KN. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ 3 ഇക്വേഷൻസും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നത്. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്. പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ പഠിച്ച പോലെ തന്നെ പ്രോബ്ലം ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം ആണെന്ന് കാണുമ്പോഴേ നമ്മളെ മനസ്സിലേക്ക് കടന്നു വരേണ്ട കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസാണ് നമ്മളിവിടെ എഴുതി വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാമിനോ നോട്ടിൽ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ സ്പ്രിങ്ങിൻ്റെ പ്രോബ്ലം ആണെന്ന് കാണുമ്പോഴേ ഈ ഇക്വേഷൻസ് നോട്ട്സിൻ്റെ അല്ലെങ്കിൽ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ സൈഡിൽ എഴുതി വെക്കണം. ഫസ്റ്റ് ഇക്വേഷൻ, നമ്മൾ ബേസിക് ഇക്വേഷൻ, ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/2π ഇൻറ്റു റൂട്ട് ഓഫ് K/M. ഇതാണ് മെയിൻ ഇക്വേഷൻ. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത്. പിന്നെ ഉള്ളത് 2 കണ്ടീഷനാണ്. സീരീസിലാവുമ്പോഴുള്ള ഇഫക്റ്റീവ് സ്റ്റിഫ്നെസ്സും പാരലലാവുമ്പോഴുള്ള ഇഫക്റ്റീവ് സ്റ്റിഫ്നെസ്സും. ക്ലിയർ അല്ലേ? അടുത്ത കുറച്ച് ഇക്വേഷനും കൂടി ഉണ്ട്. ഈ ഇക്വേഷൻ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ഇക്വേഷനാണ്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാതിരുന്നത്. ഒന്നുകൂടി പറയാം. നമ്മളെ വി മാക്സിൻ്റെ ഇക്വേഷൻ, വെലോസിറ്റി മാക്സിമം, സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമ്മൾ പഠിച്ചതായിരുന്നു ഒമേഗ ഇൻറ്റു ആർ. എ മാക്സിൻ്റെ ഇക്വേഷൻ വി നോ ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ. ദാറ്റ് ഈസ് ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി, ആർ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്. നെക്സ്റ്റ് ഒമേഗ ഈസ് ഈക്വൽ ടു ആംഗുലാർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു എഫ്, where f is the frequency, f is also known as 1/TP. 1/TP പറഞ്ഞാൽ ടൈം പീരീഡ്. പിന്നെ ഉള്ളൊരു ഇക്വേഷനാണ് നമ്മളെ സ്പ്രിംഗ് ഫോഴ്സ് Fs is equal to K ഇൻറ്റു എക്സ്. ക്ലിയർ അല്ലേ? സ്പ്രിംഗ് ഫോഴ്സ് Fs ഈക്വൽ ടു KX. ഇത് സ്പ്രിംഗ് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്. ഇനി നമുക്ക് എന്തുണ്ട്, ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഒരു ഇക്വിലിബ്രിയം, അതായത് ഒരു സ്പ്രിങ് ഇക്വിലിബ്രിയത്തിലാണ് വിത്ത് എ മാസ്. ആ കണ്ടീഷനിൽ മാത്രം എന്തുകൂടി ഉണ്ടാവും, mg ഈസ് ഈക്വൽ ടു KX എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കണ്ടീഷൻ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യുള്ളൂ. ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. പുതുതായിട്ട് ആകെ ഈ ഇക്വേഷനുകൾ നമുക്ക് പഠിക്കാൻ. അപ്പോൾ എല്ലാ ഇക്വേഷൻസും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്ന സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, മൊഡ്യൂൾ 4 മൊഡ്യൂൾ 5ൻ്റെ യൂണിറ്റ്സ് എല്ലാം മീറ്ററിലായിരിക്കണം, സെക്കൻഡിലായിരിക്കണം, ന്യൂട്ടണിലായിരിക്കണം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം, ഡിറ്റർമിൻ ദ വെയ്റ്റ് which is to be connected to a spring of stiffness 2 Newton per centimeter so that the weight is oscillating with a time period of 1 second.
തന്നിരിക്കുന്നത് ഒരു സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിങ് ഒക്കെ തന്നത് കാരണം ഒരു സ്പ്രിങ്ങിൻ്റെ പ്രോബ്ലം ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്. പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതണം. ഗിവൺ ഡാറ്റാസ് നോക്കുക. കണക്റ്റഡ് ടു എ സ്പ്രിങ് ഓഫ് സ്റ്റിഫ്നെസ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് കെ എന്നുള്ള ടേം ആയതുകൊണ്ട് കെ ഈസ് ഈക്വൽ ടു 2 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ. യൂണിറ്റ് എന്താ തന്നത്? ഇൻ സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് സെൻറ്റിമീറ്ററിൽ യൂണിറ്റ് വേണോ? നമ്മളെ യൂണിറ്റ് എപ്പോഴും എന്തായിരിക്കണം? മീറ്റർ ആയിരിക്കണം, സെക്കൻഡ് ആയിരിക്കണം, ആൻഡ് ന്യൂട്ടൺ ആയിരിക്കണം. ന്യൂട്ടൺ കറക്റ്റാണ്, സെൻറ്റിമീറ്റർ ആണ്. വി ഓൾ നോ സെൻറ്റിമീറ്ററിനെ മീറ്റർക്കാക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഇൻറ്റു 10⁻² ആണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുക, കറക്റ്റ് ശ്രദ്ധിക്കുക. 2 ഇൻറ്റു ന്യൂട്ടൺ പെർ, ഈ ഒരു ഡിവൈഡഡ് ബൈൻ്റെ താഴെയുള്ള സെൻറ്റിമീറ്ററിനെയാണ് നമുക്ക് മീറ്റർ ആക്കേണ്ടത്. അപ്പോൾ 10⁻² മീറ്റർ. മുകളിലല്ല സെൻറ്റിമീറ്റർ വന്നത്, ഡിനോമിനേറ്ററിലാണ്. ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ സെൻറ്റിമീറ്റർ ആണ് വന്നത്. അപ്പോൾ താഴെയുള്ള സെൻറ്റിമീറ്ററിനെയാണ് നമുക്ക് മീറ്റർക്കാക്കേണ്ടത്. അപ്പോൾ താഴെയാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? 10⁻². അപ്പോൾ ഈ 10⁻²നെ ഈ ഡിവൈഡഡ് ബൈൻ്റെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 10⁻² ഡിവൈഡഡ് ബൈ ന്യൂട്ടൺ പെർ മീറ്റർ. ദാറ്റ് ഈസ് 200 ന്യൂട്ടൺ പെർ മീറ്റർ. യൂണിറ്റ് കൺവേർട്ട് ശ്രദ്ധിക്കുക. ഓൾവേസ് സെൻറ്റിമീറ്ററിനെ മീറ്റർക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ 10⁻² തന്നെയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ സെൻറ്റിമീറ്റർ ഡിനോമിനേറ്ററിലായതുകൊണ്ടാണ് 2 ഇൻറ്റു +2 എന്ന് ചെയ്തത്. ഓക്കെ, +2 എന്ന് ചെയ്യല്ല ശരിക്കും ചെയ്യുന്നത്, അത് ആ മാത്സിൽ അങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് ഗിവൺ ഡാറ്റ എന്താ? സോ ദാറ്റ് ദ വെയിറ്റ് ഈസ് ഓസിലേറ്റിംഗ് വിത്ത് എ ടൈം പീരിയഡ് ഓഫ് 1 സെക്കൻഡ്. പിന്നെ തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ടൈം പീരിയഡ് TP ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. ടൈം പീരിയഡ് 1 സെക്കൻഡ് ആണെങ്കിൽ ഡയറക്റ്റ് ഫസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് F ഇസ് ഈക്വൽ ടു 1/TP ആണ്. ദാറ്റ് ഈസ് 1/1 ഇസ് ഈക്വൽ ടു 1 സെക്കൻഡ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താ? 1 സെക്കൻഡാണ്. സ്പ്രിങ്ങിലെ ഏത് പ്രോബ്ലം വന്നാലും നമ്മൾ ബേസിക് ഇക്വേഷൻ ഉണ്ടല്ലോ, F ഇസ് ഈക്വൽ ടു 1/2π ഇൻറ്റു √k/m എന്നുള്ള ഇക്വേഷൻ അങ്ങനെ എഴുതി വെക്കുക. ഈ ഇക്വേഷൻ എഴുതുന്നതിന് തന്നെ ഉണ്ട് നിങ്ങൾക്ക് മാർക്ക്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് സ്പ്രിങ്ങിലെ മാക്സിമം ഒരുവിധം എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എഴുതി വെച്ചു. ഇനി ഗിവൺ ഡാറ്റാസ് ഇതിലുണ്ടോ നോക്കാം. ഫസ്റ്റ് ഫ്രീക്വൻസിയാണ് വേണ്ടത്. ഫ്രീക്വൻസി തന്നിട്ടില്ല, പകരം നമുക്ക് തന്നിരുന്നത് ടൈം പീരീഡ് ആയിരുന്നു. ടൈം പീരീഡ് കിട്ടിയാൽ 1/TP ചെയ്താൽ നമുക്ക് ഫ്രീക്വൻസി കിട്ടും. അങ്ങനെ നമുക്ക് 1 എന്ന് കിട്ടി. ദാറ്റ് ഈസ് 1 ഇസ് ഈക്വൽ ടു 1/2π ഇൻറ്റു √k വാല്യൂ തന്നിട്ടുണ്ടോ? സ്റ്റിഫ്നെസ്. ഓക്കെ, നമുക്ക് സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ Kൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. Kൻ്റെ വാല്യൂ നമ്മളിവിടെ 2 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്ററിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് 200 ന്യൂട്ടൺ പെർ മീറ്റർ ആക്കി. അതെഴുതി 200 ന്യൂട്ടൺ പെർ മീറ്റർ ഡിവൈഡഡ് ബൈ M. എന്ന് പറയുന്നത് മാസ് തന്നിട്ടില്ല, മാസാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 2π ഓപ്പോസിറ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ 2π ഇസ് ഈക്വൽ ടു √200 ഡിവൈഡഡ് ബൈ M എന്ന് വരും. ഇങ്ങനെ ഒരു റൂട്ടിൻ്റെ കേസൊക്കെ വരുമ്പോൾ ഞാൻ ഓൾവേസ് നമ്മൾ എന്ത് ചെയ്താൽ മതി? പെട്ടെന്ന് റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സ്ക്വയറിങ് ഓഫ് ബോത്ത് സൈഡ്, രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു? സ്ക്വയർ ചെയ്തു. അപ്പോൾ നമ്മൾ ആൻസർ എന്ത് വരും? 4π² ഇസ് ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ M. ഇതിൽ നിന്ന് എമ്മിൻ്റെ വാല്യൂ 200 ഡിവൈഡഡ് ബൈ 4π² ചെയ്യുമ്പോൾ നമുക്ക് 5.067 കിലോഗ്രാം എന്ന് കിട്ടും. ഇതാണോ ആൻസർ? അല്ല, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് മാസ് അല്ല, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് വെയിറ്റ് ആണ്. വെയിറ്റ് ഇസ് ഈക്വൽ ടു എന്താ? M×G ആണ്. ഈ ഇക്വേഷൻ അറിയാത്തവരെല്ലാവരും എപ്പോഴും നോട്ട് ചെയ്യുക, എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ്. W ഇസ് ഈക്വൽ ടു mg. Therefore here W is equal to mass 5.067 into 9.81. ഇത് ചെയ്യുമ്പോൾ വെയിറ്റ് 49.698 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഈസ് ദ ആൻസർ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പ്രോബ്ലം ചെയ്യാം. 80 Newton weight is hang on a
on the end of a helical spring and is set vibrating vertically. The weight makes the weight makes 4 oscillations per second. OPS എന്ന് പറഞ്ഞാൽ ഓസിലേഷൻ പെർ സെക്കൻഡ്. ഓക്കെ, ഈ OPS. ഡിറ്റർമിൻ ദ സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിങ്. ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതുക. ഫസ്റ്റ് തന്നിരിക്കുന്നത് 80 ന്യൂട്ടൺ വെയിറ്റ് ആണ്. അപ്പോൾ വെയിറ്റ് ഇസ് ഈക്വൽ ടു 80 ന്യൂട്ടൺ. ഇനിയിപ്പോൾ മാസിൻ്റെ യൂണിറ്റൊക്കെ എന്തായിരിക്കും? ഗ്രാമിലോ കിലോഗ്രാമിലൊക്കെ ആയിരിക്കും. വെയ്റ്റിൻ്റെ യൂണിറ്റ് എപ്പോഴും ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോ ന്യൂട്ടൺ ആയിരിക്കും. അപ്പോൾ തന്നിരിക്കുന്നത് വെയിറ്റാണോ മാസാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ യൂണിറ്റ് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, 80 ന്യൂട്ടൺ കിട്ടി. ഈസ് ഹാങ് ഓൺ ദ എൻഡ് ഓഫ് എ ഹെലിക്കൽ സ്പ്രിങ് ആൻഡ് സെറ്റ് വൈബ്രേറ്റിംഗ് വെർട്ടിക്കലി. ദ വെയ്റ്റ് മേക്സ് 4 ഓസിലേഷൻസ് പെർ സെക്കൻഡ്. 4 ഓസിലേഷൻസ് പെർ സെക്കൻഡ്. ഇതെന്താ തന്നത്? ഒരു സെക്കൻഡിൽ 4 പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യണം. അതായത് ടൈം പീരീഡ് ആണോ തന്നത്? ടൈം പീരീഡ് ഇസ് എ ടൈം. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സെക്കൻഡ് ആയിരിക്കും. ഇവിടെ ഓസിലേഷൻസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ സൈക്കിൾസ് പെർ സെക്കൻഡ്, ഇതാണ് യൂണിറ്റ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ ഫ്രീക്വൻസിയാണ്. കണ്ടുപിടിക്കാൻ പറഞ്ഞത് സ്റ്റിഫ്നെസ് ആണ്. അപ്പോൾ എപ്പോഴും നമ്മൾ എഴുതുന്ന പോലെ നമ്മൾ ബേസിക് ഇക്വേഷനാണ് എഫ് ഇസ് ഈക്വൽ ടു 1/2π ഇൻറ്റു √k/m. ഇതിലെല്ലാ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി എത്രയാണ് തന്നത്? 4 ഓസിലേഷൻസ് പെർ സെക്കൻഡ്. അപ്പോൾ 4 ഓസിലേഷൻസ് പെർ സെക്കൻഡ് ഇസ് ഈക്വൽ ടു 1/2π ഇൻറ്റു √k-ൻ്റെ വാല്യൂ തന്നിട്ടില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡഡ് ബൈ മാസ് എത്രയാണ് തന്നത്? നമുക്കിവിടെ തന്നത് മാസ് അല്ല, വെയിറ്റ് ആണ്. അപ്പോൾ 80 ന്യൂട്ടൺ എന്ന് ഡയറക്റ്റ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. വെയിറ്റ് ഇസ് ഈക്വൽ ടു ആണ് 80 ന്യൂട്ടൺ. നമുക്കറിയാം വെയിറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? mg ആണ്. ദാറ്റ് ഈസ് m ഇൻറ്റു g ഇസ് ഈക്വൽ ടു ആണ് 80. ദാറ്റ് ഈസ് m ഇസ് ഈക്വൽ ടു എന്ത് വരും? 80 ഡിവൈഡഡ് ബൈ g. ദാറ്റ് ഈസ് ഈക്വൽ ടു 80 ഡിവൈഡഡ് ബൈ 9.81 വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? മാസ് 8.163 കിലോഗ്രാം എന്ന് കിട്ടും. ഈ മാസാണ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 8.163 കിലോഗ്രാം. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനങ്ങോട്ട് കൊണ്ടുപോയി. ദാറ്റ് ഈസ് 8π ഈസ് ഈക്വൽ ടു √k ഡിവൈഡഡ് ബൈ 8.163. ഇങ്ങനെ ഒരു സൈഡിൽ റൂട്ടും ഒരു സൈഡിൽ റൂട്ടില്ലാതെയും വന്നാൽ നമ്മൾ ഏറ്റവും ബെറ്റർ എന്താ? സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്. എന്ത് വന്നു? 64π² ഇസ് ഈക്വൽ ടു റൂട്ട് മാറിയിട്ട് k ഡിവൈഡഡ് ബൈ 8.163 എന്ന് മാത്രം വന്നു. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് k-ൻ്റെ വാല്യൂ k ഇസ് ഈക്വൽ ടു 5151 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടും. ഈസി അല്ലേ ചെയ്യാൻ? ഓക്കെ, അടുത്തത് ഡിറ്റർമിൻ ദ ഇക്വാലൻ്റ് സ്പ്രിംഗ് സ്റ്റിഫ്നെസ് ആൻഡ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേറ്റിംഗ് system shown in figure. The body is pulled down by 50 mm from its equilibrium position and then released. Calculate maximum velocity acceleration in each case also. ഇവിടെ പറഞ്ഞ ആദ്യം ഫിഗർ ഒന്ന് കാണാം, കൺഫ്യൂഷൻ ആവും. 3 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫിഗറ് 2 സ്പ്രിങ് ഉണ്ട്. 2 സ്പ്രിങ് സീരീസ് കണക്ഷനിലാണ്. സ്പ്രിങ്ങിൻ്റെ താഴെ 50 കിലോഗ്രാം മാസ് നമ്മൾ തൂക്കിയിട്ടുണ്ട്. ആദ്യത്തെ സ്പ്രിങ്ങിൻ്റെത് 4 കിലോ ന്യൂട്ടൺ പെർ മീറ്ററും രണ്ടാമത്തെ സ്പ്രിങ്ങിൻ്റെത് 6 കിലോ ന്യൂട്ടൺ പെർ മീറ്ററുമാണ്. ഇതാണ് ഫിഗർ എ. ഫിഗർ ബി നോക്ക്, ഒരു മാസ് ഉണ്ട്, അതിൻ്റെ 2 സൈഡിലുമാണ് സ്പ്രിങ്. മൂന്നാമത്തെ ഫിഗർ സി 50 കിലോഗ്രാമിൻ്റെ പാരലൽ കണക്ഷനിലാണ് ഫിഗർ സി. ഈ 3 ഫിഗറിലെ കേസിലും ഡിറ്റർമിൻ ദ ഇക്വാലൻ്റ് സ്റ്റിഫ്നെസ്, അതായത് 3ൻ്റെ കേസിലും KE കണ്ടുപിടിക്കണം. ആൻഡ്
കാൽക്കുലേറ്റ് ദ മാക്സിമം വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഇൻ ഈച്ച് കേസ്. 3 കേസിലും അതിൻ്റെ ആക്സിലറേഷനും വെലോസിറ്റിയും, വെറുതെ ഉള്ള ആക്സിലറേഷൻ അല്ല, മാക്സിമം വെലോസിറ്റിയും മാക്സിമം ആക്സിലറേഷനുമാണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ എപ്പോഴും യൂണിവേഴ്സിറ്റി എക്സാമിന് സ്പ്രിങ്ങിൻ്റെ സൈഡിൽ നിന്ന് ചോദിച്ചിരുന്ന, പണ്ട് കാലത്തൊക്കെ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒരു 4 പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് റിപ്പീറ്റ് ചെയ്തിട്ട് വാല്യൂ പോലും ചേഞ്ച് ചെയ്യാതെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുക. ഇപ്പോൾ 3 ഫിഗേഴ്സ് ഉണ്ട്. 3 ഫിഗേഴ്സിനും മാക്സിമം വെലോസിറ്റി കണ്ടുപിടിക്കണം, ആക്സിലറേഷനും ഈ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കണം. കണ്ടീഷൻ എന്താ? ഇഫ് ദ ബോഡി ഈസ് പുൾഡ് 50 mm ഡൗൺ ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ, അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷന് അതൊരു 50 mm ഡൗണിലേക്ക് അത് പുൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ കണ്ടീഷൻസ് എഴുതാണ്. എന്തൊക്കെ കണ്ടീഷൻ? ഗിവൺ ഡാറ്റാസ് എഴുതാണ്. ഗിവൺ ഡാറ്റാസിൽ മാസ് ഈക്വൽ ടു എന്തെന്നുണ്ട് 50 കിലോഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ തന്നിട്ടുള്ളത് K1 1 K അല്ല 2 K, K1ഉം K2ഉം. ഫസ്റ്റ് K എന്ന് പറയുന്നത് 4 kN/m. നമ്മളെ യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ന്യൂട്ടണിലായിരിക്കണം. അപ്പോൾ കിലോ ന്യൂട്ടണിനെ ന്യൂട്ടൺക്കാക്കുമ്പോൾ × 10⁻³ ദാറ്റ് ഈസ് 4000 Nm/m. ഇതേപോലെ K2 എന്ത് തന്നിട്ടുണ്ട്? 6 kN/m ആണ്. കിലോ ന്യൂട്ടൺ നമുക്ക് പറ്റില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കിലോ ന്യൂട്ടണെ ന്യൂട്ടൺക്കാക്കാൻ × 10⁻³ ദാറ്റ് ഈസ് 6000 Nm/m എന്ന് കണ്ടു. ഓക്കെ. പിന്നെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ ആണ്. എക്സ് എന്ന് പറയുന്നത് എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ഇറ്റ് ഈസ് ദ സ്പ്രിങ് ഈസ് പുൾ ഡൗൺ ബൈ 50 mm എന്നുണ്ട്. അതായത് അവിടെ താഴേക്ക് വലിക്കുന്ന ഡിസ്റ്റൻസ് 50 mm ആണ്. mmനെ നമ്മൾ എങ്ങനെ മീറ്റർക്ക് കൺവേർട്ട് ചെയ്യുക? എക്സ് ഇസ് ഈക്വൽ ടു 50 × 10⁻³ മീറ്റർ. ഓക്കെ. ഇനിയാണ് നമ്മൾ K1 ഉണ്ട്, K2 ഉണ്ട് അല്ലേ? നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്താ? എഫ് ഇസ് ഈക്വൽ ടു 1/2π × √K/m. ഇവിടെ 2 സ്പ്രിങ് ഉള്ളതുകൊണ്ട് കേക്ക് പകരം KE എന്ന് എഴുതി. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ഫ്രീക്വൻസി കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കണം. KE നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം, മാസ് നമുക്ക് ഓൾറെഡി ഗിവൺ ആണ്. അപ്പോൾ ഫ്രീക്വൻസിയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം KE കണ്ടുപിടിക്കണം. അപ്പോൾ സീരീസിലാവുന്ന കേസിൽ ഇഫക്റ്റീവ് സ്റ്റിഫ്നെസ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 1/KE ഈസ് ഈക്വൽ ടു 1/K1 + 1/K2. ദാറ്റ് ഈസ് 1/4000 + 1/6000. 1/KEൻ്റെ വാല്യൂ ആണ് ഇത്രയും കിട്ടുന്നത്. 1/KE ഇസ് ഈക്വൽ ടു 2.4 × 1/KE ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 6000 + 4000 ഡിവൈഡഡ് ബൈ 24 × 10⁻⁶. 1/KE ആണ്. ശ്രദ്ധിക്കുക, നമുക്ക് വേണ്ടത് എന്താ? വെറും KE ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് KE ഈസ് ഈക്വൽ ടു 2400 Nm/m എന്ന് കിട്ടും. 2400 Nm/m. ഇനി നമുക്ക് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഇസ് ഈക്വൽ ടു 1/2π × √KE എന്ന് പറയുന്നത് 2400 ഡിവൈഡഡ് ബൈ മാസ് എന്ന് പറയുന്നത് എത്രയാണ് തന്നത്? 50 കിലോഗ്രാം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1.103 cycles/second എന്ന് കിട്ടും. ദിസ് ഇസ് ഒരു ആൻസർ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് വി മാക്സ് ആണ്. വി മാക്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ω/x. വി മാക്സ് അല്ലെങ്കിൽ ω × r ആണ്. ഇവിടുത്തെ r ω × r ആണ്. വെലോസിറ്റി മാക്സ് ഇസ് ഈക്വൽ ടു ω × r ആണ്.
ഒമേഗ കിട്ടിയിട്ടില്ല, നമുക്ക് എഫ് മാത്രം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒമേഗ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, 2πf ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഒമേഗൻ്റെ വാല്യൂ കിട്ടും. ദർഫോർ ഒമേഗ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു പൈ ഇൻറ്റു എഫിൻ്റെ വാല്യൂ എത്ര, 1.103. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒമേഗൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഈ ഒമേഗൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ വി മാക്സിൻ്റെ ഇക്വേഷൻ നോക്കുന്നത് വെലോസിറ്റി മാക്സിമം എത്രയാണ്, ഒമേഗ ഇൻറ്റു ആറാണ്. ഒമേഗ എന്ന് പറയുന്നത് 2π ഇൻറ്റു 1.103 ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഇൻറ്റു ആറ്. ആംപ്ലിറ്റ്യൂഡാണ് ഇവിടെ എക്സ് എന്ന് പറഞ്ഞ ടേമിൽ തന്നത്. അതായത് എക്സ് അതായത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നതും മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നതിനെയാണ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഇവിടെ ഒമേഗ ഇൻറ്റു ആറാണ് ചോദിച്ചത്. ആറെന്ന് പറയുന്നത് മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 50 ഇൻറ്റു 10⁻³ ആയിരുന്നു. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് 0.34 m/s എന്ന് വെലോസിറ്റി മാക്സിമം കിട്ടും. രണ്ടാമത്തെ ആക്സിലറേഷൻ മാക്സിമം ആവുന്നത് എപ്പോഴാണ്, ω² ഇൻറ്റു ആറ് ചെയ്യുമ്പോൾ. ഒമേഗൻ്റെ വാല്യൂ നമുക്കറിയാം, ആറിൻ്റെ വാല്യൂ എഴുതുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2.4 m/s² എന്ന് കിട്ടും. ഇപ്പോൾ പ്രോബ്ലം ചെയ്തത് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മളെ ബേസിക് ഇക്വേഷൻ ഉണ്ട്, എഫ് ഇസ് ഈക്വൽ ടു 1/2π √k/m എന്നുള്ള ഇക്വേഷന്. ഇതിൽ നിന്ന് നമ്മൾ ആദ്യം എഫ് കണ്ടുപിടിച്ചു, എഫിന്ന് പിന്നെ നമ്മൾ ഒമേഗ കണ്ടുപിടിച്ചു, കെ ഇ കണ്ടുപിടിച്ചു, സെപ്പറേറ്റ് കെ ഇ കണ്ടുപിടിച്ചു, എന്നിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചു. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള അതിന് വി മാക്സിൻ്റെ ഇക്വേഷനും എ മാക്സിൻ്റെ ഇക്വേഷനും ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കുക, ഈ ഒരു പ്രോബ്ലത്തിലെ ഫസ്റ്റ് ഫിഗറാണ് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ ഫിഗർ ഉണ്ട്, മൂന്നാമത്തെ ഫിഗർ ഉണ്ട്. അപ്പോൾ ഈ 3 ഫിഗറും ഇതേ സെയിം പ്രൊസീജിയറിലാണ് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഫിഗർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് ഫിഗർ നിങ്ങളാണ് ചെയ്യേണ്ടത്. ഫിഗർ മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഫിഗർ ബി നോക്കാം. ഫിഗർ ബിയിൽ ആദ്യം ഒരു സ്പ്രിങ് ഉണ്ട്, സെൻറ്ററിൽ 50 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്, പിന്നെ ഒരു സ്പ്രിങ് ഉണ്ട്. ഇത് എന്ത് ടൈപ്പ് കണക്ഷനാണ്? ഇവിടെ 4 കിലോ, നേരത്തെ അതേ തന്നെ kN/m, ഇത് 6 kN/m. ഇത് എന്ത് ടൈപ്പ് കണക്ഷനാണ് നിങ്ങൾ തന്നെ പറയും. സീരീസ് കണക്ഷനാണോ അതോ പാരലൽ കണക്ഷനോ? ദിസ് ഈസ് കണ്ടാൽ സീരീസ് ആണെന്ന് തോന്നുമെങ്കിലും ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് പാരലൽ കണക്ഷൻ. ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കാൻ പല ടൈപ്പിലും നിങ്ങളോട് ചോദിക്കും. അതായത് ഈ ഫിഗർ എന്ന് പറയുന്നതും മൂന്നാമത്തെ നമ്മളെ ഫിഗറായിട്ടുള്ള 2 സ്പ്രിങ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ട് ഉള്ള 50 കിലോഗ്രാമിൻ്റെ ഈ ഫിഗർ എന്ന് പറയുന്നതും സെക്കൻഡ് ഫിഗറായിട്ടുള്ള ഈ ഫിഗർ എന്ന് പറയുന്നതും കൺസെപ്റ്റിൽ സെയിം ആണ്, കാണാൻ കുറച്ച് ഡിഫറെൻ്റ് ആണെങ്കിലും. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാം, ഏതെങ്കിലും ഒരു എല്ലാ സ്പ്രിങ്ങിൻ്റെയും ഒരു എൻഡ് നമ്മളെ മാസിൽ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ പാരലായിരിക്കും. അപ്പോൾ ഈ കേസിൽ നോക്കുക, 2 സ്പ്രിങ്ങും എന്ത് ചെയ്തിട്ടുണ്ട്, മാസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മളെങ്ങനെ പ്രോബ്ലം ചെയ്യുക? സീരീസ് കണക്ഷനാണ്, അല്ല പാരലൽ കണക്ഷനാണ്, രണ്ടും പാരലൽ കണക്ഷനാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബേസിക് ഇക്വേഷൻ 1/2π √k/m ചെയ്യുക. കേക്ക് പകരം നമ്മൾ കെ ഇ എന്ന് കൊടുക്കും. എഫിൻ്റെ വാല്യൂ ആണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഇവിടെ കെ ഇ എന്ന് പറഞ്ഞാൽ എന്താ വരിക? സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് K1 + K2. ഇങ്ങനെ കെ ഇ കണ്ടുപിടിക്കുക. മാസ് ഓൾറെഡി അറിയാം 50 ആണെന്ന്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക? മാസ് അതാണെന്നറിയാം, എഫ് കണ്ടുപിടിക്കുക, ദെൻ ഒമേഗ കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? വെലോസിറ്റി മാക്സിമം കണ്ടുപിടിക്കുക, ആക്സിലറേഷൻ മാക്സിമം കണ്ടുപിടിക്കുക. ഓക്കെ, ഈ ഫിഗറിൻ്റെ മാത്രമല്ല
ഇതേപോലെ തന്നെയാണ് ഈ ഫിഗറും എന്താ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പാരലൽ കണക്ഷൻ ആകുമ്പോൾ കെ ഇ ഈസ് ഈക്വൽ ടു എന്തെഴുതണം, K1 + K2. എന്നിട്ട് കെ ഇ കണ്ടുപിടിക്കുക, ഇതേപോലെ തന്നെ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക, ഒമേഗ കണ്ടുപിടിക്കുക, വി മാക്സ് കണ്ടുപിടിക്കുക, ആൻഡ് എ മാക്സ് കണ്ടുപിടിക്കുക. ക്ലിയർ അല്ലേ? ഈ നേരത്തെ ചെയ്ത, അതായത് ഫസ്റ്റ് ഫിഗർ ചെയ്ത അതേ പ്രൊസീജിയറാണ്. അവിടെ സീരീസ് ആയതുകൊണ്ട് 1/k = 1/K1 + 1/K2 എന്ന് എടുക്കണ പകരം ഇവിടെ കെ ഇ = K1 + K2 എടുത്തിട്ട് വേണം ചെയ്യാൻ. ബാക്കിയുള്ള പ്രൊസീജിയറും വാല്യൂസ് എല്ലാം സെയിം ആണ്. യൂണിറ്റ് കൺവേർഷനും ഇതിലും സെയിം തന്നെയാണ്. അതായത് ഈ രണ്ട് ടൈപ്പ് ഫിഗറിൻ്റെ പ്രോബ്ലം ചെയ്യുന്നത് നിങ്ങൾക്ക് ഹോംവർക്കാണ് ഇത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ മൊഡ്യൂളിലുള്ള കുറച്ച് പ്രോബ്ലംസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലും ഇനിയും കൂടുതൽ പ്രോബ്ലംസ് ഉണ്ട്. യൂണിവേഴ്സിറ്റിക്ക് പല പല ടൈപ്പിലുള്ള പ്രോബ്ലംസ്, അപ്ലിക്കേഷൻ ലെവലിലുള്ള പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ആ യൂണിവേഴ്സിറ്റി പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.